സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ജോയിൻറ്റ്സ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലീക്കേജ് അതേപോലെ തന്നെ തുരുമ്പ് പിടിക്കത്തില്ല, അങ്ങനെ കുറേ അഡ്വാൻറ്റേജും ഉണ്ട്. ഇവിടെ കൊച്ചി ടു കാലിക്കറ്റ് പോകുകയാണെങ്കിൽ ഏകദേശം ഒരു 440 രൂപയോളം ചാർജ് ആവുന്നുള്ളൂ. അതേപോലെ കൊച്ചി ടു ട്രിവാൻഡ്രം പോകാനാണെങ്കിൽ ഒരു 550 രൂപയോളം ആ ഒരു റേഞ്ചിലേക്ക് ആ ഒരു പ്രൈസ് വരുന്നുള്ളൂ. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വില ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോഴത്തേക്കും എല്ലാവരും തിങ്ക് ചെയ്യുന്നൊരു കാര്യമുണ്ട്, നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ CNG വെഹിക്കിൾസ് മാരുതി സുസുക്കിയുടെ അരീന ഷോറൂമിലാണ്. ഇവിടെയുള്ള CNG വെഹിക്കിൾസിനെയും അതിൻ്റെ ഒരു കുറച്ച് അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പം മാരുതിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റിലൊക്കെ നമ്മൾ കുറച്ച് നാളുകൾ കൊണ്ട് CNGയുടെ കിറ്റ് കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ മാരുതിയുടെ അരീന ഷോറൂമിലുള്ള എല്ലാ വെഹിക്കിൾസിലും CNG പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ വെഹിക്കിൾസിലും കമ്പനി ഫിറ്റഡ് CNG കിറ്റോട് കൂടിയിട്ട് വെഹിക്കിൾസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഓൾട്ടോ K10, അതേപോലെ തന്നെ സെലീറിയോ, എക്സ്പ്രസോ, സ്വിഫ്റ്റ് ഡിസയർ, എർട്ടിഗ, അതേപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ബ്രസേലും CNG കിറ്റോട് കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ CNGനെ പറ്റി നമ്മൾ ആദ്യം തിങ്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാം ഉള്ളൊരു കൺഫ്യൂഷനാണ്, ഇതിൻ്റെ പമ്പ്സ് അവൈലബിൾ ആണോ എന്നുള്ളത്. ഇന്ന് നിലവിൽ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 120+ പമ്പുകൾ CNG പമ്പ്സ് അവൈലബിൾ ആണ്, റെഡി അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഇപ്പോൾ കുറേ പമ്പ്സ് കാര്യങ്ങളൊക്കെ ഇനി ഒരുപാട് വരുന്നുമുണ്ട്. അതേപോലെ ആ ഒരു പൈപ്പ് ലൈൻസ് ഒക്കെ ക്ലിയർ ആക്കി മദർ പമ്പ്സ് കാര്യങ്ങളൊക്കെ മെയിൻ സിറ്റീസിലെല്ലാം തന്നെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ CNGയുടെ അവൈലബിലിറ്റിയുടെ കാര്യങ്ങളൊന്നും ഓർത്തിട്ട് ടെൻഷൻ ആവുകയും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് മാരുതി സുസുക്കി ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസിനും തന്നെ ഇപ്പോൾ CNG കിറ്റ് കാര്യങ്ങളോട് കൂടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റഡ് പാർട്ടെന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി തന്നെയാണ്. അപ്പം ഓൾറെഡി നമുക്കറിയാം മാരുതിയുടെ എല്ലാ വെഹിക്കിൾസിലും അത്യാവശ്യം നല്ല ഇപ്പം ബെസ്റ്റ് മൈലേജ് കിട്ടുന്ന വെഹിക്കിൾസാണ്. ഇപ്പോൾ പെട്രോൾ വേരിയൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പോൾ നമുക്ക് എക്സ്പ്രസോയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ പെട്രോൾ വേരിയൻറ്റിൽ 25.30 ആണ് കമ്പനി പറയുന്ന മൈലേജ്. അതേപോലെ ഇതിൻ്റെ CNG ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ 32.70 ഒക്കെയാണ് കമ്പനി പറയുന്ന ആ ഒരു റേഞ്ച്. അപ്പം അതായത് പെർ കിലോയിൽ കിട്ടുന്നൊരു റേഞ്ച്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഓവറോൾ ഒരു മന്ത്ലി ഒരു കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 40% നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ മാരുതിയുടെ വെഹിക്കിൾസ് എല്ലാം തന്നെ, അതായത് CNG ഓപ്ഷനുള്ള വെഹിക്കിൾസ് എല്ലാം തന്നെ ബൈ ഫ്യൂൽ ഓപ്ഷനോട് കൂടിയാണ് വരുന്നത്. പെട്രോൾ പ്ലസ് CNG ഓപ്ഷൻ. അപ്പോൾ അത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പെട്രോൾ യൂസ് ചെയ്യും, റണ്ണിങ്ങിൽ പിന്നെ CNG, ആ ഒരു രീതിക്കാണ് ഇതിലെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ജസ്റ്റ് മറ്റ് കാര്യങ്ങൾ കുറച്ച് നോക്കാം അല്ലേ. ഇപ്പോഴത്തെ നമ്മുടെ CNGയുടെ പ്രൈസ് എന്ന് പറയുന്നത് 86 രൂപ ടു 88 രൂപയാണ്. ഡിപ്പെൻഡ്സ് ഓൺ ഇപ്പോൾ ഡിസ്ട്രിക്റ്റിനനുസരിച്ച് ചെറിയ വേരിയേഷൻസ് ഉണ്ട്. കമ്പയർ ടു പെട്രോൾ ടു ഡീസൽ ഫ്യൂൽ നോക്കുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി CNGക്ക് പ്രൈസ് കുറവാണ്. ഇപ്പോൾ ഇനിയും കുറയാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം ഒരുപാട് മദർ പമ്പ്സ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു പൈപ്പ് ലൈൻ ക്ലിയർ ആകുമ്പോഴത്തേക്കും പ്രൈസ് നല്ല രീതിയിൽ കുറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ട് കുറച്ചുകൂടെ ലോങ്ങിലേക്ക് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു വെഹിക്കിളാണ് CNG വെഹിക്കിൾസ്. അതേപോലെ മാരുതി പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഫ്യൂൽ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഒരു ഫുൾ ഫില്ല് ചെയ്യുകയാണ്, പെട്രോൾ ഫുൾ ടാങ്ക് അതുപോലെ തന്നെ CNG ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഒരു ഒറ്റ ഫില്ലിങ്ങിൽ തന്നെ ഒരു 1000 കിലോമീറ്ററോളം പോകാൻ പറ്റുന്നുണ്ട്. അത് ഒരു അഡ്വാൻറ്റേജ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കൊച്ചി ടു കാലിക്കറ്റ് പോകുകയാണെങ്കിൽ ഏകദേശം ഒരു 440 രൂപയോളം ചാർജ് ആവുന്നുള്ളൂ. അതേപോലെ കൊച്ചി ടു ട്രിവാൻഡ്രം പോകാനാണെങ്കിൽ ഒരു 550 രൂപയോളം ആ ഒരു റേഞ്ചിലേക്ക് ആ ഒരു പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ തന്നെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ്, നമുക്ക് എത്രത്തോളം അഫോർഡബിൾ ആയിട്ട് നമുക്ക് CNG വെഹിക്കിൾസ് കൊണ്ടു നടക്കാം എന്നുള്ളത്. അപ്പോൾ എക്സ്പ്രസോ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പല റിവ്യൂസിലും അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ വിപണിയിൽ കണ്ടു കഴിഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. അപ്പം ഞാനിപ്പോൾ മെയിനായിട്ടും ഇതിൻ്റെ എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും സെയിം 998 cc എഞ്ചിനാണ് വരുന്നത്, 3 സിലിണ്ടറാണ് വരുന്നത്. ആകെപ്പാടെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ CNG ഓപ്ഷൻ നമുക്ക് ആഡ് ഓൺ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും CNG കിറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. CNG കിറ്റ് വളരെ സേഫായിട്ട് റെയർ സൈഡിൽ വെച്ചിട്ടുണ്ട്. 10 ലിറ്ററിൻ്റെ ടാങ്കാണ് കിട്ടുന്നത്. അതേപോലെ ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞായിരുന്നു 32.70 ഒക്കെയാണ് CNGയിൽ കിട്ടുന്ന ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ വളരെ സേഫായിട്ടാണ് ഈ ഒരു കിറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള മാരുതി. അത് ഇവിടെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒരു രീതിയിലും ഇളകിപ്പോകാത്ത രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പെയർ വീൽസ് കാണാം തൊട്ട് താഴെയായിട്ട്, ഇതിൻ്റെ താഴെയായിട്ടാണ് സ്പെയർ വീൽസ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ജോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ജോയിൻറ്റ്സ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലീക്കേജ് അതേപോലെ തന്നെ തുരുമ്പ് പിടിക്കത്തില്ല, അങ്ങനെ കുറേ അഡ്വാൻറ്റേജും ഉണ്ട്. സേഫ്റ്റി സൈഡ് എന്തായാലും ഈ ഒരു CNG ഓപ്ഷനിലേക്ക് വന്നപ്പോഴത്തേക്കും വളരെ സെക്യൂർ ആയിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം മറ്റ് മോഡൽസ് നോക്കുമ്പോഴത്തേക്കും ഇപ്പം ബ്രസ ആണെങ്കിലും അല്ലെങ്കിൽ എർട്ടിഗ ആണെങ്കിലും നോക്കുകയാണെങ്കിൽ തന്നെ 1500 cc വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് CNGയുടെ സൈഡിൽ നിന്നുള്ള ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്കും ബ്രസയ്ക്കാണെങ്കിൽ 25 പോയിന്റ് സംതിങ്ങും അതേപോലെ എർട്ടിഗ ആണെങ്കിൽ 27 പോയിന്റ് സംതിങ് ആണ് CNGയുടെ ആ ഒരു ഭാഗത്തെ റേഞ്ച് കിട്ടുക കേട്ടോ. മറ്റ് ഈ ഒരു സെഗ്മെൻറ്റിലെ മോഡൽസിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അത് 32+ എന്തായാലും
കമ്പനി ഒരു പറയുന്ന ഒരു മൈലേജിലേക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു ബൈഫ്യൂൽ ഓപ്ഷനിൽ നമുക്ക് ഇത്രയും ഫെസിലിറ്റിയോടെ അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ റേറ്റിലേക്കാണ് ഇപ്പോൾ ഈ ഒരു അരീനയിലുള്ള എല്ലാ മോഡൽസും നമുക്ക് കിട്ടുക. ഇനി ഞാൻ CNG വെഹിക്കിളിലുള്ള കുറച്ച് സേഫ്റ്റി കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ഇപ്പം ഇവിടെ നമുക്ക് ഫ്യൂൽ ലിഡ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതിലൊരു മൈക്രോ സ്വിച്ച് ഉണ്ട്. ഇപ്പം വെഹിക്കിൾ ഓൺ ആയിരിക്കുകയാണെങ്കിൽ തന്നെ ഫ്യൂൽ ലിഡ് ഓൺ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വെഹിക്കിൾ ഓഫ് ആവുന്നുണ്ട് ഫോർ സേഫ്റ്റി. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് CNGയുടെ ഫില്ലിംഗ് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ പെട്രോളിൻ്റെ ഫില്ലിംഗ് ഓപ്ഷൻ കാണാം. അപ്പോൾ ഫോർ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ആ ഒരു മൈക്രോ സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇൻസൈഡ് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇൻസൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ടും ഇതൊരു CNG വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിലെ ഒരു ഓട്ടോ സ്വിച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡ്രൈവറിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഓട്ടോ സ്വിച്ച് കാണാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാവേ. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടു, CNG ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് മാനുവൽ ഷിഫ്റ്റിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. AGS അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കിലേക്ക് CNG ഓപ്ഷൻ അവൈലബിൾ അല്ല കേട്ടോ. എല്ലാ വേരിയൻസിലും സെലക്റ്റീവ് ആയിട്ടുള്ള മാനുവൽ ഓപ്ഷനിൽ മാത്രമാണ് CNG ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ജസ്റ്റ് ക്ലസ്റ്റർ ഒന്ന് നോക്കാം. ക്ലസ്റ്റർ നോക്കുമ്പോൾ തന്നെ നോക്കി, ലെഫ്റ്റ് സൈഡിൽ പെട്രോളിൻ്റെ ഓപ്ഷനും റൈറ്റ് സൈഡിൽ CNGയുടെ ഓപ്ഷനും കാണാം. ഇപ്പോൾ CNGയിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ വെഹിക്കിൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും പെട്രോളിലായിരിക്കും സ്റ്റാർട്ട് ആവുക. ഇപ്പോൾ ഈ ഒരു വെഹിക്കിൾ ലാസ്റ്റ് നിർത്തി ആരാണോ അദ്ദേഹം CNGയിലാണ് ഓഫ് ചെയ്തത്, അതുകൊണ്ട് CNGയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ചിൽ അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ കുറച്ച് സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്യണം. വെഹിക്കിൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ആ ഒരു ഷിഫ്റ്റിംഗ് നടക്കുക കേട്ടോ. അപ്പം ബൈഫ്യൂലിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് CNG തീരുന്ന സമയത്ത് നമുക്ക് പെട്രോളിൽ ഓടിച്ചു പോകാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തിരിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന രീതിയിൽ എന്തായാലും മാരുതി CNG വെഹിക്കിൾസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പവറിൻ്റെ കാര്യങ്ങളൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ 1000 cc എഞ്ചിനാണ് ഇതിൽ വരുന്നത്. അപ്പം നോർമൽ നമുക്ക് പെട്രോൾ വെഹിക്കിൾസിൽ കിട്ടുന്ന സെയിം പവർ തന്നെ ഈ ഒരു വെഹിക്കിളിലും കിട്ടുന്നുണ്ട്. അതായത് 45 കിലോവാട്ടോളം പവർ കിട്ടുന്നുണ്ട്. അതിൻ്റെ അതായത് പെട്രോൾ ഓടുവാണെങ്കിലാണ് ഈ ഒരു പവർ കിട്ടുക. അതേപോലെ CNGയിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റി ഓടിക്കുകയാണെങ്കിൽ അത് കുറച്ച് ചേഞ്ച് ഉണ്ട്. അതായത് 41.7 കിലോവാട്ടിലേക്ക് പവറിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പവർ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ടോർക്ക് വ്യത്യാസമുണ്ട്. പക്ഷേ അത് നമുക്ക് റണ്ണിങ്ങിൽ ഫീൽ ചെയ്യില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പുറത്തൊരു സെലേറിയ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് എടുത്ത് നോക്കാം. ജസ്റ്റ് ഞാൻ റിയർ സൈഡിൽ ഒരു കാര്യം കണ്ടു, അതൊന്ന് കാണിച്ചു തരാം. അതായത് ഞാൻ റിയർ സൈഡ് പറഞ്ഞപ്പോഴത്തേക്കും, അതായത് CNG ഓപ്ഷൻ റിയർ സൈഡിലെ ബൂട്ട് ഓപ്പൺ ചെയ്ത് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെയർ വീൽസ് താഴെയാണ് വരുന്നതെന്ന്. സ്പെയർ വീൽസ് എടുക്കുന്നത് നമ്മുടെ ഈ ഒരു റിയർ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് ഇതിലെയാണ് കേട്ടോ എടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പം ഇത് തുറന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു സേഫ്റ്റി സൈഡ്, ഇതിൻ്റെ ആ ഒരു അറ്റാച്ച്മെൻറ്റ്സ്, അതായത് ഈ ഒരു CNGയുടെ കിറ്റ് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ എത്ര സ്ട്രോങ് ആയിട്ടാണ് മാരുതി ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ? അപ്പോൾ വളരെ സേഫായിട്ടും വളരെ സെക്യൂർ ആയിട്ടും തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സെലീറിയോ CNG ഒന്ന് ടെസ്റ്റ് എടുക്കാം. നമുക്ക് ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയുള്ള സെലീറിയോ CNG ഇവിടെ കിടപ്പുണ്ട്. ജസ്റ്റ് ടാങ്കിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നോക്കിയേ, നമ്മൾ എക്സ്പ്രസോയിൽ കണ്ട പോലെ കുറച്ചുകൂടെ ഉള്ളിലേക്ക് ഇറക്കി, കാരണം കുറച്ചുകൂടെ ലഗേജ് സ്പേസ് സെലീറിയോയ്ക്കുണ്ട്. അതുപോലെ തന്നെ സ്പെയർ വീൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നോക്കിയേ, ഭയങ്കര നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഒന്ന് ടെസ്റ്റ് എടുക്കാം അല്ലേ. അപ്പോൾ നമ്മൾ സെലീറിയോ CNG എടുത്തിട്ട് ഡ്രൈവിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പെട്രോളിലാണ് സ്റ്റാർട്ടായത്. ഇപ്പോൾ CNGയിലാണ് ഓടുന്നത്. ഇടയ്ക്ക് പെട്രോളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ ഓടിച്ചായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പവർ വ്യത്യാസ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. പെട്രോൾ ഓടിക്കുന്ന അതേ ഒരു ഫീല് തന്നെയാണ് ആ ഒരു ഡ്രൈവിങ് ആ ഒരു ഫീല് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. പ്രത്യേകിച്ച് എന്താ പറയുന്നത്, CNG ആണെന്നുള്ള ഫീലോ കാര്യങ്ങളൊന്നുമില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് പോകുന്നത്. പവർ ലാഗോ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് കാല് കൊടുത്ത് പോകുമ്പോഴത്തേക്കും ആ ഒരു പവർ ഫീൽ ചെയ്യുന്ന, കാല് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് ലീനിയർ ആയിട്ടാണ് കയറുന്നത് എന്ന് മാത്രം. അതേപോലെ ഇതിൻ്റെ സസ്പെൻഷൻ സൈഡ് ആണെങ്കിലും ഇപ്പം CNGയിലേക്ക് വന്നപ്പോഴത്തേക്കും വെഹിക്കിൾസിലെല്ലാം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടാണ് മാരുതി സുസുക്കി ഇറക്കിയിട്ടുള്ളത്. കുറച്ചുകൂടെ സേഫ്റ്റി സൈഡ് നല്ല രീതിയിൽ നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ ഒരു വെഹിക്കിൾസിൻ്റെ എല്ലാം തന്നെ വാറൻറ്റിയും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. വാറൻറ്റി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷമോ അല്ലെങ്കിൽ 40,000 കിലോമീറ്ററോ വാറൻറ്റി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്റ്റൻഡഡ് വാറൻറ്റിയിൽ നമുക്ക് ഒരു 3 വർഷമോ അല്ലെങ്കിൽ 60,000 കിലോമീറ്ററോ എടുക്കാൻ ഓപ്ഷനുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഒരു 5 വർഷമോ 1 ലക്ഷം കിലോമീറ്ററോ വാറൻറ്റി കിട്ടുന്നുണ്ട് വെഹിക്കിളിന്. അപ്പം നല്ലൊരു പാക്കേജിലാണ് എന്തായാലും വെഹിക്കിൾസ് എല്ലാം വരുന്നത്. അതുപോലെ തന്നെ EMI ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കെല്ലാം അറിയാവുന്നതാണ്. പിന്നെ അപ്പോൾ ഓവറോൾ എനിക്ക് ഈ ഒരു CNG വെഹിക്കിൾസിൻ്റെ ഇപ്പം മാരുതി സുസുക്കി കൊണ്ടുവന്നിട്ടുള്ള ഇപ്പോൾ ഏതൊരു പ്രൈസ് കാറ്റഗറിയിലേക്കും എന്തായാലും CNG ഓപ്ഷൻ വന്നതോടുകൂടി നമുക്ക് സാധാരണക്കാർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും എടുക്കാവുന്ന രീതിയിലേക്ക് വെഹിക്കിൾസ് അവൈലബിൾ ആണ്.
ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് പോക്കറ്റ് കാലിയാവാതെ നമുക്ക് കൊണ്ടു കിടക്കാൻ പറ്റുന്നൊരു വാഹനമായിട്ട് പെട്രോൾ പ്ലസ് CNG ഓപ്ഷനിൽ ബൈഫ്യൂൽ ഓപ്ഷനിൽ എന്തായാലും വെഹിക്കിൾ അടിപൊളിയാണ്. ഇപ്പോൾ ഈ ഒരു സെലേറിയോയുടെ കേസിൽ നോക്കുമ്പോഴത്തേക്കും ഒരു ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്കും പെട്രോളിൽ 25.24ഉം CNG ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും അത് 35.60 വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നമുക്കൊരു ഫ്യൂൽ എഫിഷ്യൻസി നോക്കി, അതായത് നമുക്ക് പോക്കറ്റ് കാലിയാവാതെ നമുക്ക് എന്തായാലും കൊണ്ടു കിടക്കാവുന്ന വാഹനങ്ങളാണ് മാരുതി സുസുക്കിയുടെ സൈഡിൽ നിന്നുള്ളത്. ഓവറോൾ നമുക്ക് കുറച്ച് പ്രോഫിറ്റബിൾ ആയിട്ടൊരു മന്ത്ലി ഒരു 40% ഓളം നമുക്ക് ലാഭത്തിൽ കൊണ്ടു കിടക്കാൻ പറ്റുന്നുണ്ട് കമ്പയർ ടു അതർ ഫ്യൂൽ ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ എന്നായാലും ഞാൻ ഓടിച്ചിട്ട് എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു CNG വെഹിക്കിളിൽ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, ഒന്ന് ഓടിച്ചൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ, നിങ്ങളുടെ പർപ്പസിന് ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ CNG നോക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യുക. മസ്റ്റായിട്ടും വെഹിക്കിൾസ് നോക്കുന്നവരുണ്ടെങ്കിൽ CNG ഓപ്ഷനൂടെ ഒന്ന് ടെസ്റ്റ് എടുക്കുക. നിങ്ങളുടെയൊക്കെ പർപ്പസിന് സ്യൂട്ടബിൾ ആണോ, ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആകും, അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. Thank you for watching. Bye.